ഏഴാം ദിവസം ഇരുട്ട് വീഴുന്നതുവരെ ദൗത്യസംഘം ബേലൂർ മഗ്നയ്ക്ക് പുറകെ തന്നെയായിരുന്നു. രാവിലെ 7:30-ക്കാണ് ദൗത്യം തുടങ്ങിയത്. ഡോക്ടർ അരുൺ സക്കറിയ രാവിലെ തന്നെ ദൗത്യസംഘത്തിനൊപ്പം ചേർന്നിരുന്നു. രാവിലെ പനവല്ലിക്കടുത്തുള്ള വനമേഖലയിലാണ് ആനയുണ്ടായിരുന്നത്. ദൗത്യസംഘവും രാവിലെ തന്നെ അവിടെ എത്തി. പലപ്പോഴും ആനയുടെ തൊട്ടടുത്ത് വരെ ദൗത്യസംഘം എത്തി. കുന്നിൻ മുകളിൽ നിന്ന് ആനയെ താഴെ എത്തിക്കാനുള്ള ശ്രമമായിരുന്നു ആദ്യം. അത് ഏറെക്കുറെ വിജയിച്ചു. വൈകിട്ട് ഒരു 5 മണിയോടെ വളരെ അടുത്ത് ഏതാണ്ട് 500 മീറ്റർ പരിധിയിൽ ദൗത്യസംഘം ഉണ്ടായിരുന്നു. ആനയെ പിടികൂടാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരമാണ് ആ സമയത്ത് ഉന്നത ഉദ്യോഗസ്ഥർ പങ്കുവച്ചത്. ഈ കാട്ടിക്കുളം തോൽപ്പെട്ടി റോഡിലടക്കം ഉദ്യോഗസ്ഥർ കാവൽ നിന്നിരുന്നു. സന്ധ്യ മയങ്ങുന്നതുവരെ ഏറെ പ്രതീക്ഷയിലായിരുന്നു വനംവകുപ്പ്. പക്ഷേ അവസാന ഘട്ടത്തിൽ ഇരുട്ട് വീണതോടെ ദൗത്യം നാളത്തേക്ക് മാറ്റി ദൗത്യസംഘത്തിന് ഇറങ്ങേണ്ടി വന്നു. എന്തായാലും വളരെ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ദൗത്യസംഘമുള്ളത്. ഇന്ന് പകൽ സമയം മുഴുവൻ ആനയുടെ സിഗ്നൽ ലഭിക്കുന്നുണ്ടായിരുന്നു. ആനയ്ക്ക് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ മയക്കുവെടി വെക്കാൻ കഴിഞ്ഞില്ല. ഇരുമ്പുപാലം ഭാഗത്തേക്ക് ആന വൈകിട്ടോടെ നീങ്ങി എന്നുള്ളതാണ് പിന്നീട് ലഭിച്ച വിവരം. എന്തായാലും രാത്രിയും കാവലുണ്ടാകും, നൈറ്റ് പട്രോളിംഗ് ഉണ്ടാകും. രാത്രി ആനയുടെ വിവരങ്ങൾ രാത്രി ഏതെങ്കിലും ജനവാസ മേഖലയിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെയൊക്കെ ശക്തമായ കാവൽ ഏർപ്പെടുത്താനാണ് വനംവകുപ്പിൻ്റെ തീരുമാനം.